അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന പറഞ്ഞാൽ മലയൻകീഴ് കുരിമുകൾ നമുക്ക് വില്ലയ്ക്കകത്ത് നമുക്കൊരു വീട് കൊടുക്കണം കേട്ടോ. അതായത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന വീടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നില വീടിൻ്റെ പ്രൈസ് ഇതിന് ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ 4 സെൻറ്റാണ് കേട്ടോ. 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് വുഡും കാര്യങ്ങളെല്ലാം വരുന്ന പ്ലാവും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കാർ പാർക്കിനായിരുന്നാലും 2 കാറുകളുള്ള സ്പേസ് ഉണ്ട്. ബൈക്ക് വയ്ക്കാനായിരുന്നാലും അതേപോലെ തന്നെ ചെടി നടാനൊക്കെ ആയിരുന്നാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്, നമുക്ക് കിണറും വരുന്നുണ്ട്. അപ്പോൾ കിണറ്റിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുരിമുകൾ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല, നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് പണിയുണ്ട്. അപ്പോൾ നമുക്കിത് വീട് സെയിലാവുന്ന സമയത്താണ് നമ്മൾ ബാക്കി പണി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് 2 കാർ പാർക്കിംഗ് ഉണ്ട്, 2 കാറുകളുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ ബൈക്ക് വയ്ക്കാനായിരുന്ന നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ നല്ല സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്കത് ഫ്രണ്ട് വുഡ് വരുന്നത് ഫുള്ളും പ്ലാവാണ് കേട്ടോ, പ്ലാവ്. അതേപോലെ നമുക്ക് കിണർ ഈ സൈഡ് വരുന്നുണ്ട്. നമുക്ക് ചെടിയും കാര്യങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ചെടി നടാനുള്ള നല്ല സ്പേസും ഉണ്ട് കേട്ടോ. ബാക്കിലും നല്ല ചെടിയുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ്റെ ലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് നമ്മൾ ഗ്ലാഡിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഹൈ ക്വാളിറ്റി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇനി അകത്തോട്ടോ സിറ്റ് ഔട്ടിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വരുന്നത് കേട്ടോ. ഹാളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ ടി വി സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസൈൻ വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജിക്സം ബോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ നിന്ന് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുക്കളയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം ആയിരുന്നാലും നല്ല സ്പേസ് ഉണ്ട്, നല്ല മാസ്റ്റർ ബെഡ്റൂമാണ്. അതേപോലെ നമുക്ക് കബോർഡും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കബോർഡൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വുഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളും. പിന്നെ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ അതും നല്ല സ്പേസും കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ബാത്റൂമിൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതെന്ന് നമ്മുടെ ഹാളിൽ നിന്ന് നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണാണ് വരുന്നത് കേട്ടോ. ഹാളിൻ്റെ സൈഡിലാണ് നമ്മൾ സ്റ്റെയറും കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷൻ ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഡൈനിങ് സെക്ഷൻ ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഓപ്പൺ കിച്ചണാണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. നമ്മൾ ഓപ്പൺ കിച്ചണായിട്ട് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കയറാൻ പറ്റും. ഇതാണ് നമ്മുടെ കിച്ചൺ കാര്യങ്ങൾ വരുന്നത്. കിച്ചണൊക്കെ നല്ല രീതിയിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അഥവാ വർക്ക് ഏരിയ എടുക്കാനാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിന് വേണ്ടി ഇട്ടിട്ടുണ്ട് നമുക്ക് വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് അഥവാ വർക്ക് ഏരിയ എടുക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ. അതേപോലെ ബാക്കിൽ തന്നെ നമുക്ക് നനകലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 പൈപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത്. അതേപോലെ നമുക്ക് ഗ്യാസ് വയ്ക്കാനൊക്കെ വെളിയിൽ നമ്മൾ സെറ്റ്. അപ്പോൾ അതേപോലെ നമുക്ക് ഗ്യാസ് കുറ്റിയൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിലയാണ് കേട്ടോ. ഇതാണ് നമ്മൾ മുകളിൽ നിലയിൽ പോകുന്ന സ്റ്റെയറിൻ്റെ കാര്യങ്ങൾ. ഇവിടെ നല്ല ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ വരുന്ന ഇവിടെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് ടെറസിൽ പോകാനുള്ള വഴിയും അതേപോലെ നമ്മുടെ ഓപ്പൺ ടെറസ് ഇപ്പുറ സൈഡാണ്. ഇത് നമുക്ക് ടെറസിൽ പോകാനുള്ള സൈഡ് ഡോർ. അതേപോലെ നമുക്ക് 2 ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഓപ്പൺ ടെറസിൽ പോകാം കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ടെറസിൽ പോകാം. നല്ല വ്യൂവും കാര്യങ്ങളാണ്. അതേപോലെ ഇത് നമുക്ക് ലാസ്റ്റ് വീടാണ് കേട്ടോ ഇത്. അതേപോലെ ബാക്കിയുള്ള വീടുകളെല്ലാം നമുക്ക് ഇവിടെ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വീട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ നില വരുന്നത് 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇത് നല്ല ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കബോർഡ്, വലിയ കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ സെറയാണ് കേട്ടോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വന്നാണ് രണ്ടാമത്തെ. അപ്പോൾ ഇത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. നമുക്കത് വലിയൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൽ. അപ്പോൾ 3 ബെഡ്റൂം ഉള്ളത് 3 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് വെളിയിലാണെങ്കിൽ ഒരു കോമൺ ബാത്റൂം എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് നമ്മുടെ ടെറസിലോട്ട് ഉള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളുമാണ്. അതേപോലെ നമുക്ക് ടാങ്ക് വന്നിട്ടുള്ള 750 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി വീടുകൾ ഇവിടെ കാണുന്ന ബാക്കി വീടുകളെല്ലാം സെയിലായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് പ്രൈസ് വയ്ക്കുന്നത് പറഞ്ഞാൽ വെറും 47 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്, നല്ല രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് വരുന്നത് കേട്ടോ. 4 സെൻറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് കുരിയമുകളിൽ നിന്ന് നമുക്ക് കുരിയമുകൾ മെയിൻ റോട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു 150 മീറ്ററേ ഉള്ളൂ മെയിൻ റോട്ടിൽ കയറാൻ. ഇത് വില്ലയ്ക്കകത്തുള്ള വീടാണ്. അപ്പോൾ ഈ വില്ലയ്ക്കകത്തുള്ള ലാസ്റ്റ് വീടാണ് കേട്ടോ ഇത്. ബാക്കിയുള്ള വീടുകളെല്ലാം സെയിലായിട്ടുണ്ട്. വാങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.